ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുത്തൻ പുതു വീഡിയോയിലേക്ക് സ്വാഗതം. ലോകകപ്പ് കിരീടം നേടി സന്തോഷത്തിലാണല്ലോ ഓരോ ഇന്ത്യൻ ക്രിക്കറ്റ് ആരാധകരും. ഇതിൽ സഞ്ജു സാംസൺ വഹിച്ച പങ്ക് അതെന്താണെന്ന് നമുക്കെല്ലാവർക്കും തന്നെ അറിയാം. 5 മത്സരത്തിൽ നിന്ന് തന്നെ ഏകദേശം 300 റൺസിൽ കൂടുതലാണ് സഞ്ജു സാംസൺ നേടിയത്. ഒരു ഇന്നിങ്സിൽ 97 റണ്ണും വേറെ 2 മത്സരങ്ങളിൽ 89 റൺസുമാണ് സഞ്ജു സാംസൺ അടിച്ചുകൂട്ടിയത്. സഞ്ജു സാംസൻ്റെ കളി കണ്ടവർക്കെല്ലാം ഒരാവേശം പകരത്തക്ക രീതിയിലുള്ള കളിയായിരുന്നു സഞ്ജു സാംസൺ കളിച്ചത്. നല്ല ഫോമിലായിരുന്ന ഇദ്ദേഹം നിരവധി തവണ അവസരങ്ങൾ ലഭിക്കാതെ ബെഞ്ചിലിരുത്തപ്പെട്ടു എന്നത് എല്ലാവർക്കും അറിയാവുന്ന ഒരു സത്യാവസ്ഥയാണല്ലോ. അടുത്തതായി എല്ലാവരും നോക്കിക്കാണുന്നത് ഈ വർഷത്തെ IPL മത്സരത്തിലാണ്. ഇത്തവണത്തെ IPL മത്സരങ്ങളിലും സഞ്ജു സാംസൺ നല്ല രീതിയിൽ പെർഫോം ചെയ്യും എന്ന വിശ്വാസത്തിലാണ് ഓരോ ഇന്ത്യൻ ക്രിക്കറ്റ് ആരാധകരും. പോരാത്തതിന് ഇത്തവണ സഞ്ജു സാംസൺ ചെന്നൈ സൂപ്പർ കിങ്സിൻ്റെ ഭാഗമായാണ് മത്സരത്തിനിറങ്ങുക. ധോണിയുടെ ഒരു പിന്തുടർച്ച അവകാശിയായി സഞ്ജു സാംസൺ മാറുമെന്നാണ് ഓരോ ക്രിക്കറ്റ് ആരാധകരും ഇപ്പോൾ പ്രതീക്ഷിക്കുന്നത്. നിരവധി തവണ അവസരങ്ങൾ ലഭിക്കാതിരുന്നപ്പോഴും അവയെല്ലാം പോസിറ്റീവായി കണ്ടുകൊണ്ട് വീണ്ടും നല്ല രീതിയിൽ കളിച്ചുകൊണ്ട് താനില്ലാതെ ഇന്ത്യൻ ടീം മുന്നോട്ട് പോകില്ല എന്നൊരവസ്ഥയിൽ ഇന്ത്യൻ ടീമിനെ എത്തിക്കത്തക്ക രീതിയിൽ സഞ്ജു സാംസൺ മാറുകയായിരുന്നു. സഞ്ജു സാംസൻ്റെ മോശം പ്രകടനത്തെ തുടർന്ന് നിരവധി വിമർശനങ്ങളാണ് അദ്ദേഹത്തിന് ഏറ്റുവാങ്ങേണ്ടിയിരുന്നത്. ന്യൂസിലൻഡുമായുള്ള മത്സരങ്ങളിൽ മോശം പെർഫോമൻസ് മൂലം വേൾഡ് കപ്പിൽ നിന്ന് തന്നെ പുറത്തായി ബെഞ്ചിലിരിക്കത്തക്ക രീതിയിലേക്ക് സഞ്ജു സാംസൺ എത്തപ്പെടുകയായിരുന്നു. എന്നാൽ അവസാന ഫൈനൽ മത്സരത്തിൽ അതേ ന്യൂസിലൻഡിനോട് തന്നെ അടിച്ച് തകർത്താണ് സഞ്ജു സാംസൺ പ്രതികാരം വീട്ടിയത്. 2026 വേൾഡ് കപ്പ് ആര് മറന്നാലും മലയാളി പ്രേക്ഷകർ ഒരിക്കലും മറക്കാൻ സാധ്യതയില്ല. ഒരു മലയാളി മുഖാന്തരം ക്രിക്കറ്റ് വേൾഡ് കപ്പ് ഇന്ത്യക്ക് സ്വന്തമായി എന്നതും ഈ തവണത്തെ വേൾഡ് കപ്പിൻ്റെ മറ്റൊരു പ്രത്യേകതയാണ്. എന്താണ് നിങ്ങളുടെ അഭിപ്രായം? നിങ്ങളുടെ അഭിപ്രായം കമൻറ്റുകളായി അറിയിക്കുക. പുത്തൻ പുതു ക്രിക്കറ്റ് വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.